വെൽക്കം ടു നെക്സ്റ്റ് ലെക്ചർ അരിത്തമെറ്റിക് മീൻ ജോമെട്രിക് മീൻ ഇനീക്വാലിറ്റി. ഓക്കെ, ഇതും വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും സാധാരണ ചോദിക്കാറുണ്ട്. ഒട്ടും ബുദ്ധിമുട്ടുള്ളതല്ല, ഒന്ന് നോക്കിയിരുന്നാൽ തന്നെ മനസ്സിലാവുന്ന ചില ഭാഗങ്ങളാണ് കേട്ടോ. സോ അരിത്തമെറ്റിക് മീൻ ജോമെട്രിക് മീൻ ഇനീക്വാലിറ്റിക്ക് നമുക്ക് പോകാം. സോ ഗിവൺ എ കോമ ബി ഗ്രേറ്റർ ദാൻ 0, എയും ബിയും രണ്ട് പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിത്തമെറ്റിക് മീൻ ജോമെട്രിക് മീൻ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് എ ബി എന്നുള്ളത് എന്താണ്? ജോമെട്രിക് മീൻ ആണ്. രണ്ട് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വന്നാൽ അവയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് റൂട്ട് എടുക്കുക, റൂട്ട് ഓഫ് എ ബി, അതാണ് ജോമെട്രിക് മീൻ. അരിത്തമെറ്റിക് മീൻ എന്താ? എയും ബിയുടെയും സം എടുക്കുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക, അതാണ് അരിത്തമെറ്റിക് മീൻ. സോ എപ്പോഴും ജോമെട്രിക് മീൻ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അരിത്തമെറ്റിക് മീൻ. ഇതാണ് നമ്മുടെ എയും ജിയും ഇൻക്വാലിറ്റി. നമുക്കതിൻ്റെ പ്രൂഫാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എയും ബിയും പോസിറ്റീവ് നമ്പേഴ്സാണ്, അതുകൊണ്ട് തന്നെ റൂട്ട് ബിയും റൂട്ട് എയും എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കുന്ന കാര്യം സംശയമില്ല. റൂട്ട് ഓഫ് ബി മൈനസ് എ ഒരു റിയൽ നമ്പറാണ്, അതിൻ്റെ സ്ക്വയർ കൺസിഡർ ചെയ്യുക, അതിൻ്റെ സ്ക്വയറോടെ കൺസിഡർ ചെയ്യുക. റൂട്ട് ഓഫ് ബി മൈനസ് എ ഹോൾ സ്ക്വയർ കൺസിഡർ ചെയ്യുക. സോ റൂട്ട് ഓഫ് ബി മൈനസ് റൂട്ട് ഓഫ് എ ഏത് റിയൽ നമ്പർ ആണെങ്കിലും അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സംഭവിച്ചോളും, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിക്കോളും. ഓക്കെ, ഫൈൻ. സ്ക്വയർ കൺസിഡർ ചെയ്യുക, എന്നിട്ട് സ്ക്വയർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ടേംസ് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ എന്ത് കിട്ടും നോക്കൂ. സോ റൂട്ട് ഓഫ് ബി മൈനസ് റൂട്ട് ഓഫ് എ ഹോൾ സ്ക്വയർ നോക്കുക, ഉറപ്പായിട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് ബിയുടെ ഹോൾ സ്ക്വയർ ബി പ്ലസ് റൂട്ട് എയുടെ ഹോൾ സ്ക്വയർ എ മൈനസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് ബി എ. നമ്മുടെ എ മൈനസ് ബി ഹോൾ സ്ക്വയറിന് എക്സ്പാൻഷനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് ഇസ് എ പ്ലസ് ബി മൈനസ് 2 റൂട്ട് ഓഫ് എ ബി. റൂട്ട് ഓഫ് ബി എ എന്ന് പറയുന്നതും റൂട്ട് ഓഫ് എ ബി എന്ന് പറയുന്നതും സെയിം ആണ്, ബിക്കോസ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, ഇവിടെ എ പ്ലസ് ബി എന്ന് പറയുന്നതും ബി പ്ലസ് എ എന്ന് പറയുന്നത് സെയിം ആണ്, ബിക്കോസ് അഡീഷൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ മുന്നേ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് റിയൽ നമ്പേഴ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 2 റൂട്ട് ഓഫ് എ ബി രണ്ട് സൈഡിലും ആഡ് ചെയ്യുക, RHSലും ആഡ് ചെയ്യുക, അതുപോലെ തന്നെ LHSലും ആഡ് ചെയ്യുക. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഈ ടേം പോയിട്ട് അപ്പുറത്തോട്ട് വരും, അങ്ങനെ സംഭവിക്കണേ. സോ ഇവിടെ നിന്ന് ഈ ടേം നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് ബി കിട്ടുന്നതിന് പറയുമ്പോൾ 2 റൂട്ട് ഓഫ് എ ബി എന്ന് കിട്ടും. ഓക്കെ, 2 റൂട്ട് ഓഫ് എ ബി എന്ന് കിട്ടും. എ പ്ലസ് ബി കിട്ടുന്നവർക്ക് 2 റൂട്ട് ഓഫ് എ ബി എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെയും ബൈ 2 കൊടുക്കുക, ഇവിടെയും ബൈ 2 കൊടുക്കുക. അപ്പോൾ ഇവിടെയുള്ള 2 ക്യാൻസൽ ആവും. ഇവിടെ എന്ത് കിട്ടും? എ പ്ലസ് ബി ബൈ 2 കിട്ടും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി കിട്ടും. ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ ജോമെട്രിക് മീൻ ഇൻഇക്വാലിറ്റി. അരിത്തമെറ്റിക് മീൻ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ. ഇതാണ് അരിത്തമെറ്റിക് മീൻ ജോമെട്രിക് മീൻ ഇൻഇക്വാലിറ്റി കേട്ടോ. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത്, ഇതിപ്പോൾ നേരത്തെ നമ്മൾ രണ്ട് നമ്പറുകളുടെ കാര്യമാണ് കണ്ടത്. എയും ബിയും തന്നാൽ എ പ്ലസ് ബി ബൈ 2 ആണ് അരിത്തമെറ്റിക് മീൻ, റൂട്ട് ഓഫ് എ ബി ആണ് ജോമെട്രിക് മീൻ. രണ്ടിൽ കൂടുതൽ വന്നാൽ എന്താ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോണത്. നോക്കൂ, ഇഫ് A1 A2 എക്സെട്ര AN ഒരു n നമ്പർ ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ് തരുവാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ nth റൂട്ട് ഓഫ് ദെയർ പ്രൊഡക്റ്റ് ആണ്. സോ A1 ഇൻറ്റു A2 ഇൻറ്റു A3 ഇൻറ്റു എക്സെട്ര AN കൺസിഡർ ചെയ്യുക, അതിൻ്റെ nth റൂട്ട് കൺസിഡർ ചെയ്യുക. അതായത് 3 നമ്പേഴ്സ് തന്നിട്ട് എയും ബിയും സി ഉണ്ടെങ്കിൽ അതിൻ്റെ ജോമെട്രിക് മീൻ എന്താ? A ഇൻറ്റു ബി ഇൻറ്റു സി ചെയ്തിട്ട് അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. ഇതാണ് ജോമെട്രിക് മീൻ. അരിത്തമെറ്റിക് മീൻ എന്തായിരിക്കും? A പ്ലസ് ബി പ്ലസ് സി ബൈ 3 ആയിരിക്കും. 4 ഡി ഉണ്ടെങ്കിലോ ഇവിടെ 4th റൂട്ട് എടുക്കുക, ഇവിടെ പ്ലസ് ഡി ഇട്ടിട്ട് ഡിവൈഡ് ബൈ 4 ചെയ്യുക. അങ്ങനെ n ആണെങ്കിലോ A1 A2 A3 എക്സെട്ര AN ഹോൾ റേസ് ടു 1/n. nth റൂട്ട് നമുക്ക് അങ്ങനെ ചെയ്താലോ, 1/n എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN ഡിവൈഡ് ബൈ n ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ ജോമെട്രിക് മീൻ ഇക്വാലിറ്റി ജനറൽ ആയിട്ട്. എപ്പോഴും അരിത്തമെറ്റിക് മീൻ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ. ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. ഓക്കെ, ഇനി ഇനീക്വാലിറ്റി നോക്കുക. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. ഇഫ് എ കോമ ബി ഗ്രേറ്റർ ദാൻ 0 ദെൻ എ ലെസ് ദാൻ ബി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ. എ ലെസ് ദാൻ ബി ആണെങ്കിൽ എ സ്ക്വയർ ബി ലെസ് ദാൻ ബി സ്ക്വയർ എന്നും, എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആണെങ്കിൽ എ ലെസ് ദാൻ ബി എന്നും ആണ് ഇവിടെ അർത്ഥമാക്കണം. ഇവിടെ ആരോമർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആണെങ്കിൽ റൂട്ട് എ വിൽ ബി ലെസ് ദാൻ റൂട്ട് ബി എന്നും, റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി ആണെങ്കിൽ എ സ്ക്വയർ വിൽ ബി ലെസ് ദാൻ ബി സ്ക്വയർ എന്നും നമുക്കിവിടെ അർത്ഥമാക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൂഫാണ് അടുത്ത് പറയാൻ പോണത്. നോക്കുക, ഇഫ് എ ഈക്വൽ ടു 0, എ 0 ആണ് വിചാരിക്കുക. എ ലെസ് ദാൻ ബി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താവും? ബി ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, എ ലെസ് ദാൻ ബി ആണ്, എ 0 ആണെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ 0 ആയി. ബി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ബി സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. 0 പിന്നെ തന്നെയാണ് എന്ത്? എ സ്ക്വയറും വരുന്നുണ്ടാവുക അല്ലേ. സോ ഉറപ്പായിട്ട് എന്താവും? ബി സ്ക്വയർ ബി ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ. അപ്പോൾ എ 0 ആണെങ്കിൽ ബി സ്ക്വയർ വിൽ ബി ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ നമുക്ക് പെട്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. ഇനി എ ഗ്രേറ്റർ ദാൻ 0 ആണ് വിചാരിക്കുക. എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എ ലെസ് ദാൻ ബി ആണ്. ഓക്കെ, തന്നിട്ടുണ്ട്. എ ലെസ് ദാൻ ബി ആണ്. എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ബി മൈനസ് എ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും.
എ ലെസ് ദാൻ ബി തന്നിട്ടുണ്ട്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എ ലെസ് ദാൻ ബി ആണെങ്കിൽ ബി മൈനസ് എ എന്താവും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ബി മൈനസ് എ എന്താവും പോസിറ്റീവ് റിയൽ നമ്പറാണ്. ഓക്കെ ഇനി എക്ക് അപ്പോൾ പോസിറ്റീവ് റിയൽ നമ്പറായി. ഇനി എനേക്കാളും വലുതാണ് ബി. അപ്പോൾ എ പോസിറ്റീവാണ്, ബി പോസിറ്റീവാണ്. അപ്പോൾ എ പ്ലസ് ബി പോസിറ്റീവ് ആവും. അപ്പോൾ ബി പ്ലസ് എ എന്താണ് പോസിറ്റീവ് ആവും. ഇനി ഇക്വേഷൻ 1ഉം 2ഉം അതായത് ബി മൈനസ് എയും പോസിറ്റീവാണ്, ബി പ്ലസ് എയും പോസിറ്റീവാണ്. അപ്പോൾ രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലെ ബി പ്ലസ് എ ഇൻറ്റു ബി മൈനസ് എ എന്ത് കിട്ടും? പോസിറ്റീവ് ആണെന്ന് കിട്ടും. ബിക്കോസ് ബി മൈനസ് എ ഇവിടുന്ന് പോസിറ്റീവ് കിട്ടി, ഇവിടെ ബി പ്ലസ് എയും പോസിറ്റീവ് എന്ന് കിട്ടി. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് എന്താണ്? പോസിറ്റീവാണ്. സോ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്താണ്? പോസിറ്റീവ് ആണെന്ന് കിട്ടി. അത് ബി സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ എന്ന് കിട്ടി. കണ്ടോ? സോ വി ഗോട്ട് ബി സ്ക്വയർ ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ. ഇനി എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആണ് വിചാരിക്കുക. എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആണെങ്കിൽ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണ്. അത് ബി പ്ലസ് എ ഇൻറ്റു ബി മൈനസ് എ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ. ഇനി എ പ്ലസ് ബി എന്തായാലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ എന്തായാലും ബി മൈനസ് എ എന്താണ്? അപ്പോൾ എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ പ്ലസ് 0 ആയി. ബി മൈനസ് എ എന്തായാലും പോസിറ്റീവാണ്. സോ ബി പ്ലസ് എ പോസിറ്റീവാണ്. കാരണം എ ലെസ് ദാൻ ബി എന്ന് നമുക്കറിയാം. മാത്രമല്ല എയും ബിയും പോസിറ്റീവ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എ പ്ലസ് ബി എന്തല്ലാത്ത നെഗറ്റീവ് ആവാത്തത്. ഓക്കെ. സോ ബി മൈനസ് എയും പോസിറ്റീവാണ്. അപ്പോൾ ബി ഗ്രേറ്റർ ദാൻ എ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത് എ ലെസ് ദാൻ ബി ഇംപ്ലൈഡ് ബൈ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ. റീപ്ലേസ് എ ബൈ റൂട്ട് എ ആൻഡ് റൂട്ട് ബി ബൈ റീപ്ലേസ് എ ബൈ റൂട്ട് എ ആൻഡ് ബി ബൈ റൂട്ട് ബി. എനെ റൂട്ട് എ വെച്ച് റീപ്ലേസ് ചെയ്യുക, ബീനെ റൂട്ട് ബി വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? റൂട്ട് എ ലെസ് ദാൻ ഈ ഇക്വേഷനിൽ അല്ലേ, ഈ ഇക്വേഷനിൽ എക്ക് പകരം റൂട്ട് എ കൊടുക്കുക, ബിക്ക് റൂട്ട് ബി കൊടുക്കുന്നത് കിട്ടും. റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി ലെസ് ദാൻ implied by a less than b. Okay, that implies a less than but a less than b implies a square less than b square. Okay, fine. Okay, so അത്രയേ ഉള്ളൂ. അടുത്ത അബ്സല്യൂട്ട് വാല്യൂ ആൻഡ് റിയൽ ലൈൻ. അബ്സല്യൂട്ട് വാല്യൂ ആൻഡ് റിയൽ ലൈൻ എന്നുള്ളതാണ് അടുത്തത്. സപ്പോസ് എ ബിലോങ് ടു ആർ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ that is given by mod a. Mod a is defined as follows. എങ്ങനെയാണ് mod a ഡിഫൈൻ ചെയ്യുന്നത്? mod a is given as mod a is equal to, mod a will be a if a is positive and equal to minus a if a is negative. Okay, ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കണം. ഈക്വൽ ടു 0 ഇഫ് എ ഈക്വൽ ടു 0. എ 0 ആണെങ്കിൽ 0 എന്നും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ദിസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എന്താണെന്ന് നമുക്ക് ഇതിൻ്റെ ഒരു മീനിങ് ഞാൻ പറഞ്ഞു തരാം, ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. ഓക്കെ, ഒരു നമ്പർ ലൈൻ കൺസിഡർ ചെയ്തു. ഓക്കെ, നമുക്കൊരു നമ്പർ ലൈൻ കൺസിഡർ ചെയ്തിട്ട് നമുക്കതിൽ എന്ത് ചെയ്യണം? നമ്മുടെ നമ്പേഴ്സ് ആയിട്ടുള്ള 0, 1, 2, 3 ഒക്കെ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഒരു ലൈൻ നമ്മൾ വരച്ചു. ഇത് നമുക്കതിൽ ഇവിടെ 0 ഉണ്ട്, ഓക്കെ, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, -1 ഉണ്ട്, -2 ഉണ്ട്. ഓക്കെ, ഇനി വാട്ട് ഇസ് മോഡ് ഓഫ് 2 ഈക്വൽ ടു? മോഡ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒറിജിനിൽ നിന്നും, അതായത് ഒറിജിനിൽ നിന്നും 2 വരെയുള്ള ആ നമ്പറിൻ്റെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ മോഡ് ഓഫ് 2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഡിസ്റ്റൻസ്, ദിസ് ഇസ് മോഡുലസ് ഓഫ് 2, ദാറ്റ് ഇസ് ഡിസ്റ്റൻസ് ഓഫ് 2 ഫ്രം 0, ഫ്രം ഒറിജിൻ. അതാണ് നമ്മുടെ മോഡുലസ് ഓഫ് 2. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 2 - 0 എന്ന് എഴുതാനും കുഴപ്പമില്ല. ദിസ് മീൻസ് വാട്ട്? ഡിസ്റ്റൻസ് ഓഫ് 2 ഫ്രം ദി ഒറിജിൻ 0. എത്ര യൂണിറ്റ് ആണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു 2 യൂണിറ്റ്സ്. അതുപോലെ തന്നെ എന്താ, വാട്ട് ഇസ് മോഡ് ഓഫ് -2? മോഡ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ -2 മുതൽ ഒറിജിൻ വരെയുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോഡ് ഓഫ് -2 എന്ന് വിളിക്കുന്നത്. സോ മോഡ് ഓഫ് -2 എന്ത് തന്നെയാണ്? അതും 2 യൂണിറ്റ്സ് തന്നെയാണ്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഓഫ് -2 ഫ്രം ഒറിജിൻ. നമുക്ക് വേണമെങ്കിൽ മോഡ് ഓഫ് -2 നമുക്ക് എങ്ങനെ എഴുതാം? -2 - 0 എന്ന് എഴുതിയാലും തെറ്റില്ല. ഓക്കെ, സോ മോഡുലസ് ഓഫ് എ നമ്പർ, മോഡ് ഓഫ് എ മീൻസ് ഡിസ്റ്റൻസ് ഓഫ് ദാറ്റ് നമ്പർ എ ഫ്രം ദി ഒറിജിൻ. അതാണ് നമ്മുടെ. അപ്പോൾ ഡിസ്റ്റൻസ് എപ്പോഴും എന്താവില്ല, നെഗറ്റീവ് ആവില്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ മോഡുലസ് വാല്യൂവിൻ്റെ അർത്ഥം. അപ്പോൾ ഡെഫിനേഷൻ എങ്ങനെയാണ്? എ എന്ന് പറഞ്ഞ നമ്പർ ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അത് എടുത്ത നമ്പർ തന്നെ ആയിരിക്കും അല്ലേ? 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പോസിറ്റീവ് ആണ്, സോ മോഡ് ടു 2 ആണ്. ഇനി അടുത്ത് നെഗറ്റീവ് നമ്പർ ആണെങ്കിലോ -2 എടുത്താലോ? -2 എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് -2ക്ക് ദൂരം 2 ആണ്. അപ്പോൾ എന്ത് എഴുതും? എ നെഗറ്റീവ് ആണെങ്കിൽ -a ആണല്ലേ, കാരണം നമ്മൾ എടുക്കുന്ന നമ്പർ ഏതാ? മോഡ് ഓഫ് -2. എടുക്കുന്ന നമ്പർ -2 ആണ്. അപ്പോൾ ഉത്തരം എന്ത് കിട്ടണം? -2 ആണ് ആൻസർ. അതാണ് എ നെഗറ്റീവ് ആണെങ്കിൽ -a ആണ് മോഡുലസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്.
when a is less than 0. ഓക്കെ, എ നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് എ ആണ് നെഗറ്റീവ് വാല്യൂ. ഇനി 0 ആണെങ്കിൽ 0 ആയിരിക്കും കേട്ടോ. ഓക്കെ, നൗ ഡിസ്റ്റൻസ് ഫ്രം 0 to a. ഇനി അതുകൊണ്ട് തന്നെ ബി മൈനസ് എ എന്താണ് മോഡ് ഓഫ് ബി മൈനസ് എ എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കേണ്ടാവുക? മോഡ് ഓഫ് ബി മൈനസ് എ മീൻസ് ഡ്രോ എ ലൈൻ. ഓക്കെ, സോ സപ്പോസ് ബി ഇവിടെയാണ് വിചാരിക്കുക, എ ഇവിടെയാണ് വിചാരിക്കുക. സോ മോഡ് ഓഫ് ബി മൈനസ് എ മീൻസ് ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു നമ്പേഴ്സ് ബി ആൻഡ് എ. ഇതാണ് മോഡ് ഓഫ് ബി മൈനസ് എ. സിമിലർലി വാട്ട് ഇസ് മോഡ് ഓഫ് എ മൈനസ് ബി? എയും ബിയും തമ്മിലുള്ള ദൂരം ഇത് തന്നെയാണ് വരുന്നുണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് അത് വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല. തീരം ഫോർ എവറി എ കൊമ ബി ബിലോങ് ടു ആർ, ഏത് രണ്ട് റിയൽ നമ്പർ എ ബി എടുത്താലും മോഡ് ഓഫ് എ ബി ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് ബി, മോഡ് എ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ, ആൻഡ് if c greater than or equal to 0, then mod a less than or equal to c implies minus c less than or equal to a less than or equal to c, and minus mod a less than or equal to a less than or equal to mod a. ഇതിൻ്റെ പ്രൂഫും കൂടെ നമുക്ക് നോക്കണം. ഓക്കെ, സോ ഇഫ് എ ബിലോങ് ടു ആർ, എ ഒരു റിയൽ നമ്പർ എടുത്താൽ 3 പോസിബിലിറ്റി ഉണ്ട് ഗിവൺ ബൈ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി. എന്തൊക്കെയാണ് മൂന്ന് പോസിബിലിറ്റീസ്? എ ക്യാൻ ബി ലെസ് ദാൻ 0, എ ക്യാൻ ബി ഈക്വൽ ടു 0, എ ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 0. സപ്പോസ് എ ഈസ് ഈക്വൽ ടു 0, എ ഈക്വൽ ടു 0 ആണെങ്കിൽ എ ബി ഈക്വൽ ടു 0 ആണ്. സോ മോഡ് എ ബി ഈക്വൽ ടു 0 ആണ്. സോ മോഡ് എ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ മോഡ് എ ഇൻറ്റു മോഡ് ബി എന്ത് കിട്ടും? 0 ആണ്. ദെർഫോർ മോഡ് എ ഇൻറ്റു മോഡ് ബി ഈസ് മോഡ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു ഉണ്ട്. അതാണ് മോഡ് ഓഫ് എ ബി. മോഡ് ഓഫ് എ ഇൻറ്റു ബിയും 0 ആണ്. അപ്പോൾ രണ്ടും എന്താണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ഇറ്റ്. ഓക്കെ, സപ്പോസ് ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ 0. സപ്പോസ് ഇഫ് എ ഗ്രേറ്റർ ദാൻ 0, എ പോസിറ്റീവ് ആണ്, എയും ബിയും പോസിറ്റീവ് ആണ് വിചാരിക്കുക. എ പോസിറ്റീവ് ആണെങ്കിൽ എയും ബിയും പോസിറ്റീവ് ആണ്, എ ബി പോസിറ്റീവ് ആണ്. ദെർഫോർ മോഡ് ഓഫ് എ ബി എന്താ? എ ബി പോസിറ്റീവ് ആയതുകൊണ്ട് മോഡ് ഓഫ് എ ബി എ ബി ആണ്. എ പോസിറ്റീവ് ആണതുകൊണ്ട് മോഡ് ഓഫ് എ എ ആണ്. ബി പോസിറ്റീവ് ആയതുകൊണ്ട് മോഡ് ഓഫ് ബി ബി ആണ്. ദെർഫോർ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് ഓഫ് എ ഇൻറ്റു മോഡ് ബി, മോഡ് എ ഇൻറ്റു മോഡ് ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് ഓഫ് എ ബി. ഓക്കെ, ദെർഫോർ വി ഗോട്ട് മോഡ് ഓഫ് എ ഇൻറ്റു മോഡ് ഓഫ് ബി ഈക്വൽ ടു മോഡ് ഓഫ് എ ബി. സപ്പോസ് ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ലെസ് ദാൻ 0, എ ഗ്രേറ്റർ ദാൻ 0യും ബി ലെസ് ദാൻ 0യും ആണെന്ന് വിചാരിക്കുക. അപ്പം എന്ത് സംഭവിക്കും? എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മോഡ് എ ഈസ് ഈക്വൽ ടു എ, ബി ലെസ് ദാൻ 0 ആണെങ്കിൽ മോഡ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ബി. സോ എ ഗ്രേറ്റർ ദാൻ 0 ബി ലെസ് ദാൻ 0 പ്ലസ് എ ബി ലെസ് ദാൻ 0 ആണ്. ദെർഫോർ എ ബി നെഗറ്റീവ് ആകുമ്പോൾ മോഡ് ഓഫ് എ ബി എന്താ? മൈനസ് ഓഫ് എ ബി ആണ്. ഓക്കെ, മോഡ് ഓഫ് എ ബി മൈനസ് ഓഫ് എ ബി ആണ്. ദെർഫോർ മോഡ് ഓഫ് എ ബി എന്താ? മൈനസ് ഓഫ് എ ബി. ദാറ്റ് ഈസ് എ ഇൻറ്റു മൈനസ് ബി ആണ്. ദാറ്റ് ഈസ് എ എന്താ? എ ഇവിടെ നമുക്ക് മോഡ് എ എന്ന് മനസ്സിലാവും. എ ഈസ് ഈക്വൽ ടു മോഡ് എ and mod b is equal to minus b. So we got mod of ab equal to, therefore we got mod of ab equal to mod a into mod b. Now അടുത്ത ഇത് സപ്പോസ് എ ലെസ് ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം. എ ലെസ് ദാൻ 0 ബി ഗ്രേറ്റർ ദാൻ 0 ചെയ്യാം. എ ലെസ് ദാൻ 0 ബി ലെസ് ദാൻ 0യും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. ഇതെല്ലാം ചെയ്ത് നോക്കുക. മോഡ് ഓഫ് എ ബി ഈക്വൽ ടു മോഡ് ഓഫ് എ ഇൻറ്റു മോഡ് ബി എന്ന് വെരിഫൈ ചെയ്യാം. മോഡ് എ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. So for every a belong to R, a square is always greater than or equal to 0. Now this is very well understood. Okay, for any a belong to R, a square is always greater than or equal to 0. Therefore mod of a square എന്താണ്? a square ആണ്. That is mod of a into b എന്ന് പറഞ്ഞാൽ a square എന്ന് കിട്ടി. So mod a into mod a എന്ന് പറഞ്ഞാൽ a square കിട്ടി. That is mod a whole square equal to a square എന്ന് കിട്ടും. Okay, fine. Now what does mod a is equal to a face greater than or equal to 0 and is equal to minus a face less than 0 definition. അടുത്തത് mod a less than or equal to c implies a less than or equal to c and minus a less than or equal to c അല്ലേ? മോഡൽസ് ഓഫ് എ, അതായത് ഓക്കെ ഡിസ്റ്റൻസ് ഓഫ് എ ഫ്രം ദി ഒറിജിൻ, അത് ലെസ് ദാൻ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എയും സീനേക്കാളും താഴെയാണ്. ഈവൻ മൈനസ് എ എടുത്താലും സീനേക്കാളും താഴെയാണ്. അപ്പോൾ മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആൻഡ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് സി ആൻഡ് എ ലെസ് ദാൻ ഈക്വൽ ടു സി ഇംപ്ലൈസ് മൈനസ് എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മൈനസ് സി. സോ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കണം കേട്ടോ. ജസ്റ്റ് കമ്പൈൻ ചെയ്ത് എഴുതിയൊക്കെ മനസ്സിലാവും. മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, അല്ലെങ്കിൽ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് സി എന്ന് കിട്ടും. ദാറ്റ് മീൻസ് വാട്ട് മോഡ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിമിലർലി ദ അതർ പാർട്ട്. ഓക്കെ, ഫോർത്ത് വൺ വളരെ എളുപ്പമാണ്. നമ്മൾ മുന്നേ കണ്ട ഈ ഇക്വേഷനിൽ തേർഡ് റിസൾട്ടിൽ പുട്ട് സി ഈക്വൽ ടു മോഡ് എ, ഉറപ്പായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. ദിസ് തിങ് ഗോ ടു ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി.